നമുക്ക് അടുത്ത ഒരു സംശയം വന്നിട്ടുള്ളത്, ഒരു സഹോദരി ഭർത്താവിൻ്റെ ഉമ്മ എന്ത് പറഞ്ഞാലും ഭർത്താവ് അതിനൊന്നും പ്രതികരിക്കില്ല. ഇവരെക്കുറിച്ച് മോശമായിട്ടാണ് പറയുക. അതുപോലെ ഇവരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതൊക്കെ ഒരു പുച്ഛിച്ച് തള്ളും, വളരെ മോശമായ രൂപത്തിലൊക്കെ പറയും. അപ്പോൾ ഇവർ ആ ഒരു വിഷയത്തിൽ ഒരൊറ്റപ്പെട്ട അവസ്ഥ. എന്നാൽ ഭർത്താവ് ഇവരെ സമാശ്വസിപ്പിക്കില്ല, ഭർത്താവ് ഒന്നും പ്രതികരിക്കില്ല. വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സഹോദരി ചോദിക്കുന്നത്. എന്താ പറയുക, ഈ പരിഹാരമില്ലാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ അവഗണിക്കാനേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സംഗതികളൊന്നും ഇഷ്ടമുണ്ടാവില്ല, അവൾക്ക് അവിടെ ഒരു പരിഗണന കിട്ടൂല. അതങ്ങനെ ഈ ഉമ്മാരിൽ നിന്ന് സംഭവിക്കുള്ളൂ. മറിച്ച് അവരാഗ്രഹിച്ചു എന്നുള്ളതാണ് അവരുടെ വിഷമത്തിൻ്റെ കാരണം. മറിച്ചൊരു പെരുമാറ്റം ഇത്തരം ഒരു ഉമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് അവർക്ക് പറ്റുന്ന കാര്യം. അപ്പോൾ ഉമ്മ അങ്ങനെയൊക്കെ അവരുടെ അവഗണന കാണിക്കുമ്പോഴും അവരെ അവഹേളിക്കുമ്പോഴും ഒക്കെ ഭർത്താവ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അയാൾക്കും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഭാര്യയുടെ കാര്യത്തിൽ ഉമ്മയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഉമ്മനോട് പറയുമ്പോൾ എൻ്റെ പെണ്ണുങ്ങളെ കാര്യമായതുകൊണ്ടല്ലേ നീ പറയണത്, നമുക്ക് ഉമ്മനേക്കാളും വലുത് അവളല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കാലാകാലത്തേക്ക് അത് മനസ്സിൽ കിടക്കും. അപ്പോൾ പൊതുവെ എന്ത് ചോദിച്ചാൽ ഉമ്മനോട് എന്തെങ്കിലും പറയാൻ ഭർത്താക്കം ഇവരെന്ത് ചെയ്യും, മടിക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവർക്ക് എന്താ പറ്റുക, ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ വിഷമമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ അയാൾക്ക് വിഷമമുണ്ടെങ്കിലും ആ വിഷമം സഹിക്കലാണ് ഉമ്മയുമായിട്ടൊരു പിണക്കുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഈ സഹോദരി അത് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനും മിണ്ടാൻ കഴിയാത്തതുകൊണ്ടാണ് മിണ്ടാത്തത്. ഉമ്മ ഇങ്ങനെ ആവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ആ വശത്തെ അങ്ങോട്ട് അവഗണിച്ച് മുന്നോട്ട് പോകലായിരിക്കും നന്നായിരിക്കുക. തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ഭർത്താവിന് കഴിയുമെന്ന് പ്രതീക്ഷിച്ചു ഇവർ. അതുകൊണ്ടാണ് ഭർത്താവ് ചെയ്യാത്തതിൽ വിഷമം. ഭർത്താവിനൊന്നും ചെയ്യാൻ കഴിയൂല. ഇവരെ വിഷമങ്ങൾ കേട്ടുവാണെങ്കിൽ ഒരു ആശ്വാസം നൽകാൻ കഴിയും, അത്രേ കഴിയുള്ളൂ. ഉമ്മ ഇതിൽ നിന്ന് തിരിച്ചൊരു പെരുമാറ്റം ഉണ്ടാവില്ല. ഉമ്മ ഇങ്ങനെ പെരുമാറുമ്പോഴാണ് ഉമ്മക്കൊരു സമാധാന സന്തോഷവും കിട്ടുക. അതുകൊണ്ട് പരമാവധി ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം സ്ത്രീകൾ സ്ഥിരം സ്വീകരിക്കുന്ന മര്യാദ. അപ്പം അതുകൊണ്ട് അവർ ലഭിക്കാത്ത ഒന്ന് പ്രതീക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് നിരാശ ഉണ്ടായത്. അങ്ങനെ പ്രതീക്ഷിക്കണില്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാവില്ല. ആ വശം അവഗണിച്ച് മുന്നോട്ട് പോവുക, അത്രേ.